ഗരുഡന്റെ അഹങ്കാരം തീർത്ത മഹാവിഷ്ണുവിന്റെ കഥ അറിയാമോ? പാലാഴി മഥന സമയത്ത് കയറായി വാസുകിയെയും മത്തായി മന്ദരപർവ്വതത്തെയും കൊണ്ടുവരണമെന്ന അഭിപ്രായമുണ്ടായി. അതിനായി പോയ ദേവന്മാരും അസുരന്മാരും പരാജിതരായി തിരിച്ചെത്തി. ദേവന്മാർക്കും അസുരന്മാർക്കും എടുക്കാൻ കഴിയാതിരുന്ന മന്ദരപർവ്വതത്തെ ഗരുഡൻ നിഷ്പ്രയാസം എടുത്തുകൊണ്ടുവന്നു. അഹങ്കാരത്തോടെ നിൽക്കുന്ന ഗരുഡനെ മഹാവിഷ്ണു വാസുകിയെ പാലാഴിയിൽ എത്തിക്കുന്ന ചുമതല കൂടി ഏൽപ്പിച്ചു. ഗരുഡൻ വാസുകിയെ ചെന്ന് കണ്ടു. തന്നെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാൻ വാസുകി പറഞ്ഞു. ഗരുഡൻ വാസുകിയുടെ മധ്യഭാഗം കൊത്തിയെടുത്ത് ആകാശത്തേക്ക് പറന്നു. ചക്രവാളം വരെ ഉയർന്നു പറന്നിട്ടും വാസുകിയുടെ തലഭാഗം വാൽഭാഗവും ഭൂമിയിൽ തന്നെയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനുശേഷം തളർന്ന് പരാജിതനായി തിരികെ എത്തിയ അവനെ മഹാവിഷ്ണു ആശ്വസിപ്പിച്ചു. നിന്റെ അഹങ്കാരം ശമിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീപരമേശ്വരൻ തന്റെ കൈ പാതാളത്തിലേക്ക് നീട്ടി വാസുകി ആ കൈയിൽ ചുറ്റി. അദ്ദേഹത്തിന്റെ കൈയിലെ ഒരു ചെറുവളയായി മാറി. അദ്ദേഹം വാസുകിയെ പാലാഴിയിൽ എത്തിച്ചു. കഥ കമ്പരാമായണം യുദ്ധകാണ്ഡത്തിൽ നിന്നു.